ഇന്ന് പൂതൻ വരണ ദിവസമല്ലേ? അയ്യേ, പട്ടണത്തിൽ വളരണ അമ്മൂല് ഇതൊന്നും അറിയില്ലേ. പൂതൻ എന്ന് വെച്ചാ ഭൂതം. നങ്ങേലി രണ്ടാജനത്തിന്റെ സുന്ദരക്കൂട്ടനായ ഉണ്ണിയെ ഒരു ഭൂതം കട്ടോണ്ട് പോയി. അവസാനം ആ അമ്മയുടെ സ്നേഹത്തിന്റെ മുന്നിൽ തോറ്റുപോയ ഭൂതം തെറ്റു പറഞ്ഞ് കുട്ടിയെ തിരിച്ചു കൊടുത്ത കഥ കേട്ടിട്ടില്ലേ? പിന്നെന്താ, പറഞ്ഞു തരാലോ. പൂതൻ വരാൻ ഇനി സമയമുണ്ട്. അതിനു മുൻപ് തന്നെ പറഞ്ഞു തരാം. വാ, നമുക്ക് തറയിലിരിക്കാം. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നൊരു കവി പൂതപ്പാട്ട് എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. മനുഷ്യരെ വരെ തിന്നിരുന്ന ഭൂതം പിന്നെ പാപമായി മാറിയ കഥയാ അത്. അത് കേട്ടാൽ അമ്മൂന്റെ സംശയങ്ങളൊക്കെ മാറും. പിന്നെന്താ, ദാ കേട്ടോളൂ. വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റുനോറ്റിക്കൊരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നുകൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്ക. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊട്ടി വടിച്ചിട്ട് കാറ്റേ കൂറ്റേ പാട്ടുകൾ പാടിയിട്ട് ആന തമ്പിലി മാമനെ കാട്ടിയിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാലും ഉമ്മരിച്ചാലും തലയിൽ വെച്ചാലും വേദനിച്ചാലും തങ്കക്കുടത്തിനെ താലോലം പാടിച്ചു തങ്ക കട്ടിൽ പട്ടു വിരിച്ചിട്ട് അവളെ കൊണ്ടുള്ള കട്ടിയുടക്കിട്ടു ചഞ്ഞുമയക്കുന്നു നങ്ങേലി. ഉണ്ണിക്കേറു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതും ഉറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ ഉള്ളിൽ കൗതുകമേറിക്കഴിഞ്ഞു. അങ്ങനെ നങ്ങേലി ഉണ്ണിയെ സ്കൂളിൽ ചേർത്തു. ദിവസവും കണ്ണീരൊരുക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കും. ഉണ്ണി പോയത് നോക്കി ആ അമ്മ സന്തോഷത്തോടെ അങ്ങനെ നിൽക്കും. ഒരു ദിവസം ഭൂതം ഉണ്ണിയെ കണ്ടു. ഹായ്, ഏതൊരു ഭംഗിയുള്ള കുട്ടി. ഭൂതാണേലും അവളൊരു സ്ത്രീയല്ലേ. ഭൂതത്തിന് തോന്നി ഉണ്ണിയെ തന്റെ കുട്ടിയായിട്ട് വളർത്തിയാലോന്ന്. അതെന്ത് ചെയ്യുന്നോ, അവൾ മന്ത്രം കൊണ്ട് നല്ല ഭംഗിയിലൊരു പെൺകുട്ടിയായി മാറി. ഉണ്ണി വരണ വഴിയില് ചിരിച്ചോണ്ടങ്ങനെ നിന്നു. അവള് പറഞ്ഞു, പൊന്നുണ്ണി പൂങ്കരേ ഓന്നണയും പൊൻകരി ഓലയെഴുത്താടികളെ കാട്ടിലെ ഇങ്ങണയൂ. കാട്ടിലെറിഞ്ഞണയുകിലോ കലഹിക്കും ഗുരുനാഥൻ പൂത്തമല ചോട്ടിലും മൊളിനെയും പെൺകുരിയേ. പൊന്നുണ്ണി പൂങ്കരേ ഓന്നണയും പൊൻകരി വണ്ടോടിൻ വഴിയിലും നീലക്കല്ലോലകളിൽ മാന്തളിൽ തൂവെള്ളി ചെറുമുല്ല പൂമുടയ പൂന്തണയിൽ ചെറുകാട്ട തീരയും നെഴുതാലോ ഓലയെഴുത്താണികളെ നാട്ടിലെറിഞ്ഞിങ്ങണയൂ. ചോട്ടിലും ഉളിനയിലും പെൺകുടി ഓലയെഴുത്താണികളെ കാട്ടില ഞാൻ കളവു, കാട്ടില ഞാൻ കളവു. എഴുത്താണി ഇരുമ്പല്ലേ. അതങ്ങട് കളഞ്ഞപ്പോ ഭൂതത്തിന് സന്തോഷായി. സ്കൂളിൽ പോണല്ലോ ഓർത്തപ്പോ ഉണ്ണിക്കും സന്തോഷായി.
ഭൂതം സ്നേഹത്തോടെ ഉണ്ണിയെ അവളുടെ പാറമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പാവമ്മ ഉണ്ണിയെ കാണാതെ സങ്കടപ്പെടണ്ടാവില്ലേ? സങ്കടപ്പെടണ്ടാവുന്നു, കേട്ടോളൂ. മങ്ങി മഞ്ഞ കവിളും പൊങ്ങി വിയലങ്കണത്തിലെ കാലുകൾ പൊങ്ങി എഴുവാൻ പോയ കിടാവു വന്നില്ല എവിടെ പോയി മങ്ങേരി നിന്നു ആറ്റിൻ കരകളിൽ അങ്ങിങ്ങോളം അവരെ വിളിച്ചു നടന്നാളമ്മ നീട്ടി കളിക്കും പരമീനല്ല നീളവേച്ചരം നിന്നുപോയി കുന്നിൻ ചരിവിലെ കൂർത്ത കല്ലിൽ കുഞ്ഞിനെ തേടി വലഞ്ഞാളമ്മ പൂമരച്ചോട്ടി ഇരുന്ന് പൂതം പൂവൻ പഴം പോലുള്ളുന്നിയുമാ പൂമാല കോർത്തു രസിക്കേ കേട്ടു പൂരിത ദുഃഖമേ തേനലുകൾ പൂരിത ദുഃഖമേ ഭൂതത്തിന് കാര്യം മനസ്സിലായി. അവൾ എന്തു ചെയ്തു? ചോദിക്കാൻ നോക്കി ഭൂതം പേടിക്കാറങ്ങിനെ നാട്ടിൻ ചുഴലിയാക്കുന്നു ഭൂതം കുട്ടിയിലമ്മ കാട്ടുതീയായിരിക്കും ചെന്നു ഭൂതം കണ്ണീരൊക്കെ കൊടുത്താളമ്മ അറിയാനും പ്രിയായും ഭൂതം തരികന്റെ കുഞ്ഞിനെ കണ്ടാളമ്മ. പിന്നെ ഭൂത എന്താ ചെയ്തേ? പൊന്നും മണികളും കിരികെട്ടി തന്നിടാ പൊന്നാരക്കുട്ടനെ ഞാനെടുക്കും അപ്പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു പുലരിച്ചെന്താമര പോലവേ ഭൂതത്തിൻ തിരുമുൻപിലെത്തിച്ചു തൊഴുതുലച്ചു ഇതിലും വലിയതാണെന്റെ പൊന്നോമന അതിനെ തരികണ്ടേ ഭൂതമേ. അമ്മയ്ക്ക് ഇപ്പൊ കണ്ണ് കാണുന്നില്ലോ. ഭൂതം വേറൊരു വിധിയെടുത്തു. തെച്ചിത്തോരു പതിച്ചു ഭൂതം ചേരു മന്ത്രം ജപിച്ചു ഭൂതം മറ്റൊരുണ്ണിയെ നിർമ്മിച്ചു ഭൂതം മാൻപോടടുക്കെ നോരി ഭൂതം അമ്മയെടുത്തി തുമ്മ കൊടുത്തി സഞ്ചിതമോദം മൂകാവിങ്കൽ തടകി തടകി പുല്ലിയ വാരെ വേലി തൊന്നെന്നോദിയേ തെറ്റവയറ്റിനെ വഞ്ചിക്കും
വെച്ചു. കണ്ണു തുറച്ച് കരഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു. അമ്മയ്ക്ക് പാവം തോന്നി. അവള് പറഞ്ഞു, മകര കൊയ്ത്തു കഴിഞ്ഞി തെങ്ങടി കണ്ടമുണങ്ങി പൂക്കും കാലം കളമക്കരിമണി കളമതിനൂക്കൻ പൊന്നിൻ കുന്നുകൾ തീക്കും കാലം വന്നു മടങ്ങണമാണ്ടുകൾ തോറും പൊന്നുണ്ണീക്കൊരു കുതുകം ചേർക്കാൻ ഞങ്ങളെ വീട്ടിനു മംഗളവേകാൻ ഞങ്ങൾ കഞ്ചിത സൗഖ്യമുദിക്കാൻ ഭൂതമരങ്ങിനെ തന്നെ എന്നു പറഞ്ഞു മറഞ്ഞിട്ടാണ്ടോടാണ്ടുകൾ മകര കൊയ്ത്തു കഴിഞ്ഞാലിപ്പോ പോന്നു വരുന്നു വീടുകൾ തോറും. അങ്ങനെ എല്ലാവരും ഉണ്ണി അന്വേഷിച്ച് വരണതാ പൂരൻ. ദാ അവരെത്തിക്കഴിഞ്ഞല്ലോ.